ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞൂസ് ആൻഡ് അമ്മൂസ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ഭാഗം 3 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ മലയാളം, പാർട്ട് 3. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം ഒരു തവണയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചത് HV കമ്മത്താണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ബെരിബറി കേസ് ആണ്. 1960 ബെരിബറി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. കേശവാനന്ദ ഭാരതി കേസിലാണ്. അത് 1973 നടന്നത്. നിലവിൽ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായാണ് കണക്കാക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.